നമ്മൾ 12 ചാനലിൻ്റെ ECG മെഷീനാണ്. മെഷീൻ്റെ ഓൺ ബട്ടൺ വരുന്നത് ഇവിടെയാണ്. ഇവിടെയായിട്ട് നമുക്ക് ആൽഫബറ്റിക് കീപാഡ് വരുന്നുണ്ട്. ഫങ്ഷൻ കീസ് കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻ കീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കീസാണ്. നമുക്ക് പെട്ടെന്ന് മെനുവിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ഷോർട്ട് കീസാണ്. പല സെറ്റിങ്സിൻ്റെയും ഷോർട്ട് കീസാണ്. പേഷ്യൻ്റ് കേബിൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീൻ്റെ പുറകുവശത്തായിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. മെഷീൻ ഓണാക്കുമ്പോൾ തന്നെ മെഷീൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്കിവിടെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷൻ്റെ പേര്, അതുപോലെ ഡോക്ടറുടെ പേര്, പേഷ്യൻറ്റിൻ്റെ പേര് ഇതെല്ലാം എൻ്റർ ചെയ്യാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് കീപാഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏജും നമുക്ക് ഇങ്ങനെ തന്നെ എൻ്റർ ചെയ്യാം. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജെൻഡർ ചേഞ്ച് ആവും. നമ്മൾ എക്സിറ്റ് അടിക്കുക. നമ്മൾ പേഷ്യൻറ്റിലേക്ക് ECG കേബിൾ എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാം. ഇവിടെയായിട്ട് പേഷ്യൻറ്റിൻ്റെ പേരും ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹാർട്ട് റേറ്റ് എത്രയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഡേറ്റും ടൈമും വരുന്നുണ്ട്. ബാറ്ററി ഇൻഡിക്കേഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് നമ്മൾ സെറ്റിങ്സിൻ്റെ ഡീറ്റെയിൽസാണ് വരുന്നത്. ഓക്കെ, ഫങ്ഷൻ സെറ്റപ്പ്, എക്സിറ്റ്. ഇവിടെയായിട്ടാണ് നമ്മൾ ECG പേപ്പർ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ECG പേപ്പറിൻ്റെ പേപ്പർ ട്രേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പേപ്പർ റോളർ വരുന്നുണ്ട്. പേപ്പർ റോളർ എടുക്കാം. പേപ്പർ റോളറിൻ്റെ ഒരു വശം നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഊരിയെടുത്തിട്ട് പേപ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നു. കറക്റ്റായിട്ട് വെച്ചാൽ ജസ്റ്റ് കൊണ്ടുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ECG പ്രിൻ്റ് വരും. ലീഡ് 1, ലീഡ് 2, ലീഡ് 3, AVR, AVL, AVF, V1 to V6. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെഷർമെൻറ്റ്സും ഇവിടെ ഇൻ്റർപ്രിട്ടേഷനും വന്നിട്ടുണ്ട്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേര് ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർഗനൈസേഷൻ്റെയും അതുപോലെ ഡോക്ടറുടെയും പേര് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയായിട്ട് കാണിക്കും. അങ്ങനെയായിട്ട് ഡീറ്റെയിൽഡ് പ്രിൻ്റാണ് വരുന്നത്.